മട്ടുപ്പാവ് ഒരു ഔഷധക്കാടാക്കി മാറ്റിയിരിക്കുകയാണ് ഷാജു. പുരാണങ്ങളും സാഹിത്യവും ശാസ്ത്രവും ഈ ഔഷധക്കാടിന്റെ ഭാഗമാകുന്നു. കാടെന്ന സങ്കല്പത്തിന് ഇവിടെ വ്യത്യാസമുണ്ട്. ഒരു കുഞ്ഞൻ കാടെന്ന് പറയുന്നതാകും നല്ലത്. കാരണം ഇവിടത്തെ ഔഷധ മരങ്ങളെല്ലാം ബോൺസായി രൂപത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. വൃക്കരോഗത്തിനുള്ള ഔഷധമായ പൂച്ചപ്പഴം, പഞ്ചസാരയേക്കാൾ മധുരമൂർന്ന ഇലച്ചെടി, പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ മക്കോട്ടദേവ, പേപ്പട്ടി വിഷത്തിനുള്ള മരുന്ന് തവിട്ട, കൊതുകിന്റെ ശത്രുവായ കൊതുക് വിരട്ടി, 20ലധികം തുളസീനങ്ങൾ തുടങ്ങി 100ലേറെ ഔഷധ ഗുണമുള്ള സസ്യങ്ങളാണ് വീടിന്റെ മട്ടുപ്പാവിലെ ഈ കുഞ്ഞൻ കാട്ടിലുള്ളത്. ഭക്ഷണം കഴിക്കാതെ ഈ കാട് കാണാനെത്തുന്നവർക്കായി പശിയടക്കി എന്ന അപൂർവ ഇനം മരവും ഇവിടെയുണ്ട്. ഇതിന്റെ കായാണ് ഭക്ഷ്യവസ്തു. ഓസ്ട്രേലിയൻ കാടുകളിൽ കണ്ടുവരുന്ന ഓസ്ട്രേലിയൻ തേക്ക്, ഊത്, കടുക്ക, കരുവേലം തുടങ്ങിയവയും ഇവിടെ കാണാനാകും. പക്ഷേ ബോൺസായി എന്നുള്ള ഒരു ആശയത്തിന് വേണ്ടിയല്ല ഞാനിത് ചെയ്യുന്നത്. എത്രത്തോളം മരങ്ങൾ, എത്രത്തോളം നമ്മുടെ മണ്ണിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന നീലക്കടമ്പൊക്കെ പൂർണ്ണമായിട്ടും പോയി എന്ന് പറയുന്ന മരമാണ്. അപ്പോൾ അതെൻ്റെ കയ്യിലൊരെണ്ണമുണ്ട്. അപ്പോൾ ഇത്തരം മരങ്ങളെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം, ഒപ്പം ഇത് എങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിക്കാനായിട്ട്, അവരെ മനസ്സിലാക്കിക്കാനായിട്ട്, പ്രത്യേകിച്ച് ബോട്ടണി പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ BEdൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ ധാരാളം പേര് വരുന്നുണ്ട്. അപ്പോൾ അവരുടെ വരവും അവരുടെ അന്വേഷണവുമാണ് എന്നെ കൂടുതൽ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത്. ISROയിലെ ജീവനക്കാരനായ ഷാജു സംസ്ഥാനത്തിന്റെ വിവിധ വനപ്രദേശത്ത് നിന്ന് ശേഖരിച്ച ഔഷധച്ചെടികളാണ് ഇവിടെ നട്ടുവളർത്തിയിരിക്കുന്നത്. വിവിധ ഇനത്തിൽപ്പെട്ട 5 വിത്തുകൾ ഒറ്റത്തടിയാക്കി മുളപ്പിച്ചെടുത്ത മാവും ഇവിടത്തെ മറ്റൊരു ആകർഷണമാണ്. പാഴ്വസ്തുക്കളായി വലിച്ചെറിയുന്ന ഉപയോഗശൂന്യമായ സ്യൂട്ട്കേസുകൾ, പാത്രങ്ങൾ, പ്ലാസ്റ്റിക് ടിന്നുകൾ തുടങ്ങിയവയിലാണ് മരങ്ങൾ വച്ചുപിടിപ്പിച്ചിരിക്കുന്നത്. ഈ പാത്രം ഈ രീതിയിൽ നിർമ്മിച്ചെടുക്കുന്നതിനൊരു 25 രൂപ പോലും ചിലവ് വരുന്നില്ല. അടുക്കി വെച്ച ചിരട്ടയുടെ പുറത്ത് കുറേ മണ്ണ് നനച്ചത് കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതൊരു മോൾഡായി. ആ ഷേപ്പിൻ്റെ പുറത്ത് മണ്ണും സിമൻറ്റും കൂടി പ്രൊപ്പോർഷൻ എടുത്തിട്ട് മിക്സ് ചെയ്തിരിക്കുന്നതിനെ തേച്ച് പിടിപ്പിക്കുന്നു. സെറ്റായി കഴിഞ്ഞാൽ ഈ ചട്ടിയെ തിരിച്ചു വെച്ച് അകത്തിരിക്കുന്ന ചിരട്ടകളെല്ലാം നമുക്ക് പെറുക്കി മാറ്റാൻ കഴിയും. ചിരട്ട മാറ്റിക്കഴിഞ്ഞാൽ അത് ചട്ടിയായി. ഓരോ വീട്ടിലും ഔഷധ സസ്യങ്ങൾ നട്ടുവളർത്തുന്നതിന്റെ പ്രാധാന്യം ഷാജു തന്റെ സസ്യത്തോട്ടം കാണാനെത്തുന്നവർക്ക് വിവരിച്ചു നൽകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.